ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്ന് രണ്ട് രീതിയിലുള്ള ഫ്ലവറാണ് ഇവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ, അപ്പോൾ ഈ ഒരു മോഡലിലുമാണ് ഫ്ലവർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ വീഡിയോസ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോക്കകത്തോട്ട് പോവാം. അപ്പം നമുക്ക് ഈ ഫ്ലവർ ചെയ്യുന്നതിന് ആവശ്യമായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിനായിട്ട് ഇതുപോലൊരു തുണി ഞാനിവിടെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ഗ്രീൻ കളറ് സെല്ലോ ടൈപ്പ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു നൂല്, അതും ഗ്രീൻ കളർ തന്നെയാണ്. പിന്നെ ഒരു കത്രിക, പിന്നെ ഇതുപോലെ കമ്പി മേടിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ ഫ്ലവർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നമ്മൾ ഫ്ലവർ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ബീഡ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിക്ക കടകളിലും ഷോപ്പുകളിലും ഇതുപോലെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഫ്ലവർ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ബീഡ്സ് എന്ന് പറഞ്ഞാൽ മതി. ഇതിൻ്റെ പല കളറും പല ഡിസൈനായിട്ടുള്ളതൊക്കെ കിട്ടും. അപ്പോൾ ഞാനിവിടെ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടതെന്ന് വെച്ചാൽ, ഏത് ഡിസൈനാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഈ തുണി ഞാൻ ഇതുപോലെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇനി ഇതുപോലെ ഒരു പഴയ ഒരു വേസ്റ്റ് തുണിയുടെ ഒരു വള്ളിയാണ്. ഇത് സ്വല്പം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബീഡ്സ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ അഴിച്ചു കഴിയുമ്പോൾ ഇതുപോലെ കിട്ടുന്നതായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് എത്ര എണ്ണമാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വള്ളി ഇതിലൊന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഞാനിവിടെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തുണിയുടെ ഒരറ്റത്തോട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിനാണ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടേണ്ടത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൂല് വെച്ചിട്ടൊന്ന് ഇവിടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. നൂല് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റാണ്. അപ്പം നമുക്കിവിടെ ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് സാരമില്ല, നമുക്ക് അവസാനം ഇത് നമുക്ക് നല്ലപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് വീണ്ടും ഈ തുണിക്കുള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. വീണ്ടും ഒന്ന് വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് നൂല് കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാവുന്നതാണ്. വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് തുണിക്കകത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം.
നമുക്ക് ഈ തുണി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഫ്ലവറിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. നമുക്ക് എത്രത്തോളം ഫ്ലവർ വലുതായിട്ട് വേണമെന്ന് വെച്ചാൽ അത്രത്തോളം നമുക്ക് ഇതേപോലെ തന്നെ തുണിയിൽ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിൾ മെത്തേഡിലാണ് ഈ ഫ്ലവർ ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഫ്ലവർ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് ചെയ്യുന്നതിനായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഫ്ലവർ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഒരു ഇതിൻ്റെ തണ്ട് എങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നതെന്ന് കാണാം. അപ്പം ഞാൻ അതിന് മുന്നേയായിട്ട് നൂലിട്ട് ഒന്നും കൂടെ ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ തണ്ടിനായിട്ട് നമുക്ക് കമ്പി എടുത്തിട്ടുണ്ട്. ഫ്ലവർ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഷോപ്പിൽ ചോദിക്കുമ്പോൾ തന്നെ അതിന് സെറ്റായിട്ട് ഈ കമ്പിയെല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിനെനിക്ക് 15 രൂപയാണ് കേട്ടോ വില വന്നത്. അപ്പോൾ തണ്ടിന് ആവശ്യമായിട്ടുള്ള നീളം എത്ര ആവശ്യം വേണമെന്ന് വെച്ചിട്ട് ആ ഒരു അളവിനായിട്ട് നമുക്ക് ഈ കമ്പി കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് ഈ കമ്പി വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വളച്ച് കെട്ടിക്കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് ഈ കമ്പി ഇവിടെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വളച്ച് കെട്ടിക്കൊടുക്കാം. ഈ ഒരു ടേപ്പിന് എനിക്ക് 20 രൂപയാണ് കേട്ടോ വില വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കിവിടെ പശ തേച്ച് കൊടുക്കാം. ഇതിനകത്തോട്ട് ഈ ടേപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ തണ്ടിൽ ഫുള്ളും ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മറ്റൊരു ഫ്ലവർ ചെയ്യാം. അതിനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. തുണി നമുക്ക് ചതുരത്തിലാണ് കിട്ടേണ്ടത്. ഇതുപോലെ സ്ക്വയർ ഷേപ്പിലായിട്ട് ഓരോ പീസായിട്ട് നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കാം. റോസാപ്പൂവിൻ്റെ ഇതളുകൾ പോലെ ചെയ്തു കൊടുക്കാം. അതിനായിട്ട് ഈ തുണി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് മടക്കാം. ഈ വശത്ത് നിന്ന് ഇതുപോലെ ഒന്ന് മടക്കാം. ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഈ തണ്ടിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് നൂലിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ ഇതളായിട്ട് ചെയ്തെടുക്കാം. ബീഡ്സ് ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടിപ്പിടിച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ആദ്യം ഞാനിവിടെ 2 ചെറിയ ഇതളുകളാണ് വെച്ച് കൊടുക്കുന്നത്.
നമുക്കിതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ഈ ഭാഗത്തൊന്ന് നൂലിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഞാൻ കെട്ടുന്ന സമയത്ത് നല്ല രീതിയിൽ ടൈറ്റായിട്ട് അതിനെ കെട്ടിക്കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തണ്ടിന് ആവശ്യമായിട്ടുള്ള കമ്പി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ഫ്ലവറിനകത്തോട്ടൊന്ന് ചുറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ടേപ്പ് ഇട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.